Hi all, welcome to X and Y Learning. So, ഓണം എക്സാം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഇരിക്കുകയാണ്, പേപ്പറൊക്കെ കിട്ടിയിരിക്കുകയാണ്. സോ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ചോദിക്കുമ്പോൾ കുറേ പേർക്ക് ടഫായിരുന്നു എക്സാം എന്ന് കേൾക്കുന്നുണ്ട്. അതായത് പാറ്റേൺ ചേഞ്ച് ആയിട്ടുണ്ട്, പ്രത്യേകിച്ച് മാത്സ് ഒക്കെ ക്വസ്റ്റ്യൻസിൻ്റെ ക്വാളിറ്റി കുറച്ച് കൂടിയിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് കുറച്ച് കൂടിയിട്ടുണ്ട് എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ നമ്മൾ ജസ്റ്റ് ഒരു എക്സാം വരുമ്പോൾ എക്സാമിൻ്റെ തലേന്ന് മാത്രം ഇരുന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രം വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ട ആ ഒരു രീതി മാറേണ്ടിയിരിക്കുന്നുണ്ട്. കാരണം ക്വസ്റ്റ്യൻ പാറ്റേൺസ് ചേഞ്ച് വരുന്നുണ്ട്, ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം ബോർഡ് എക്സാമിനൊക്കെ വരുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ മാത്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മളെ എല്ലാ കോൺസെപ്റ്റും നമ്മൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ കോൺസെപ്റ്റിൽ നിന്ന് പല ടൈപ്പ് മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്താലേ, വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് അപ്രോച്ചബിൾ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഓണം എക്സാമിന് തന്നെ ഇങ്ങനെ ലെവൽ ക്വസ്റ്റ്യൻസ്, അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ്, ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു സെയിം ലെവലിൽ തന്നെ ഇനിയും ക്രിസ്മസ് എക്സാമിനും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ആ ഒരു എക്സാം വരുമ്പോൾ നമുക്ക് എങ്ങനെ ആ ഒരു ക്രിസ്മസ് എക്സാമിനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 10th ഓണം എക്സാം ക്വസ്റ്റ്യൻസ് വേഴ്സസ് എക്സ് ആൻഡ് വൈ ക്വസ്റ്റ്യൻസ്. അതായത് നമ്മളുടെ എക്സ് ആൻഡ് വൈ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് നമ്മൾ ഇവിടെ വർക്ക് ബുക്കിൽ നൽകുന്ന ക്വസ്റ്റ്യൻസും പിന്നെ 10th ഓണം എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കമ്പാരിസണും കൂടെ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലർക്കൊരു തോന്നലുണ്ടാവും, അതായത് നമ്മൾ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് എടുത്തിട്ട് നമുക്ക് അതുകൊണ്ട് ബോർഡ് എക്സാമിന് എന്തെങ്കിലും ഗുണമുണ്ടാവുമോ, ഈ ഫൗണ്ടേഷൻ കോഴ്സ് ബോർഡ് എക്സാമിൻ്റെ മാർക്കിനെ എങ്ങനെ സഹായിക്കുമോ, അല്ലെങ്കിൽ എനിക്ക് ഫൗണ്ടേഷൻ പഠിച്ചുകൊണ്ട് ബോർഡ് എക്സാമിന് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ നമുക്കൊരു സംശയം ഉണ്ടാവും. ആ ഒരു സംശയം കൂടെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നിങ്ങൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി മാത്രമുള്ള ഒരു കോഴ്സ് അല്ല. അതായത് നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ കൂടെ ബോർഡ് എക്സാമിന് ആവശ്യമായിട്ടുള്ള കോൺസെപ്റ്റ്സും അതിലെ ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ ഇവിടെ നൽകുന്നുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. കൺസിഡർ ദ സീക്വൻസ് ഓഫ് ഓൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 7. ഇതാണ് നമ്മൾ ഓണം എക്സാമിന് 5 മാർക്കിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫൈൻഡ് ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേംസ് ഓഫ് ദ സീക്വൻസ്. ഹൗ മെനി ടേംസ് ആർ ദർ ഇൻ ദിസ് സീക്വൻസ്? ഫൈൻഡ് ദ സം ഓഫ് ഓൾ ടേംസ് ഓഫ് ദി സീക്വൻസ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓണം എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ഇവിടെ തന്നിരിക്കുന്ന ഏതാ, നമ്മൾ എക്സ് ആൻഡ് വൈയിലെ വർക്ക് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നമ്മളുടെ കോഴ്സിൽ ഹൗ മെനി ഉള്ള ക്വസ്റ്റ്യൻ ആണിത്. ഹൗ മെനി 3 ഡിജിറ്റ് നാച്ചുറൽ നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 7? ഓക്കെ, സോ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ള ഈ സെയിം ക്വസ്റ്റ്യൻ, എക്സാക്ട് ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് ഓണം എക്സാമിന് വന്നിട്ടുള്ളത്. 7ന്റെ 3 ഡിജിറ്റ് നാച്ചുറൽ നമ്പർ ഡിവിസിബിൾ ബൈ 7 എന്ന് പറഞ്ഞാൽ എന്താ, 3 ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 7. രണ്ടും സെയിം തന്നെയാണ്. സോ എക്സാക്ട് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഫൈൻഡ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേംസ് ഓഫ് ദ സീക്വൻസ്. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതായത് 3 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 100 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 100ന്റെ മുകളിലുള്ള 7ന്റെ മൾട്ടിപ്പിൾ ഏതാണെന്ന് നോക്കുക, അതായിരിക്കും ഫസ്റ്റ് ടേം വരുന്നത്. അതേപോലെ ഏറ്റവും ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 999 ആണ്. സോ അതിൻ്റെ താഴെയുള്ള 999 അല്ലെങ്കിൽ അതിൻ്റെ താഴേക്കുള്ള 7ന്റെ മൾട്ടിപ്പിൾസ് ഏതാണെന്ന് നോക്കുക, അതായിരിക്കും ലാസ്റ്റ് ടേം. സോ അങ്ങനെ നമുക്ക് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ഹൗ മെനി ടേംസ് ആർ ദർ ഇൻ ദി സീക്വൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം n ഈസ് ഈക്വൽ ടു xn മൈനസ് x1. n is equal to xn minus x1 divided by d plus 1 എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആ ഒരു ഇക്വേഷനിൽ ആ xnഉം x1ഉം പിന്നെ ആ കോമൺ ഡിഫറൻസ് ഡിയും, കോമൺ ഡിഫറൻസ് എത്ര ഇവിടെ വരിക? 7 ആണ് വരിക. ആ 7 നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറും കിട്ടും. ഫൈൻഡ് ദ സം ഓഫ് ഓൾ ദ ടേംസ് ഓഫ് ദി സീക്വൻസ്. ആ സം കണ്ടുപിടിക്കാൻ xn is equal to n/2 into xn plus x1. xn is equal to ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സം കണ്ടുപിടിക്കുക. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഹൗ മെനി 3 ഡിജിറ്റ് നാച്ചുറൽ നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 7 എന്നൊരു ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ക്വസ്റ്റ്യനിലേക്ക് എത്തും. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്, ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അത് കണ്ടുപിടിച്ചിട്ട് കോമൺ ഡിഫറൻസ്, അതായത് n ഈസ് ഈക്വൽ ടു xn മൈനസ് x1 ബൈ d പ്ലസ് 1 എന്ന ആ ഇക്വേഷനിൽ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുന്നത്. സോ എക്സാക്ട് ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് ഓണം എക്സാമിന് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിലോ, അതാണ് ഓണം എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അൾജിബ്രായിക് ഫോം ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 5n plus 2. വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേം? അതായത് 5n plus 2 എന്ന ഫോമിലുള്ള ആ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഈ 5n plus 2 നമ്മൾ n എന്ത് കൊടുത്താൽ മതി? 1 കൊടുത്താൽ മതി അല്ലേ? n 1 കൊടുത്താൽ 5n plus 2 5 plus 2 7 എന്ന് കിട്ടും.
അപ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് 7 എന്ന് കിട്ടും. ഇതേ നമ്മൾ ഇനി എക്സ് ആൻഡ് വൈ വർക്ക് ബുക്കിലുള്ള നമ്മളുടെ ഫൗണ്ടേഷൻ കോഴ്സിന്റെ വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ് എന്ത്, nth ടൈം ഓഫ് എൻ AP ആൽഫ പ്ലസ് ബീറ്റ n ദെൻ ദ ഫസ്റ്റ് ടൈം ആൻഡ് ദ കോമൺ ഡിഫറൻസ് ഈസ്. അപ്പോൾ ഇതേ സെയിം ഫോമിലുള്ള അതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വർക്ക് ബുക്കിലും സോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ n-ൽ n-ന് 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടൈം കിട്ടും ആൽഫ പ്ലസ് ബീറ്റ ആൻഡ് കോമൺ ഡിഫറൻസ് എന്തായിരിക്കും, ആൽഫ പ്ലസ് ബീറ്റ. സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഇവിടെ n-ന് 2 കൊടുക്കുമ്പോഴാണ് സെക്കൻഡ് ടൈം കിട്ടുക. അപ്പോൾ ആൽഫ പ്ലസ് 2 ബീറ്റ ആയിരിക്കും. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്താ വരിക, ആൽഫ പ്ലസ് 2 ബീറ്റ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ വിച്ച് ഈസ് ബീറ്റ. അപ്പോൾ ഫസ്റ്റ് ഇതാണ് ആൻസർ വരിക, ആൽഫ പ്ലസ് ബീറ്റ ബീറ്റ എന്നുള്ള ഒരു ആൻസർ ആണ് എത്തുക. അപ്പോൾ സെയിം ക്വസ്റ്റ്യൻ ആരെങ്കിലും നമ്മളുടെ വർക്ക് ബുക്ക് സോൾവ് ചെയ്തിട്ടാണ് നിങ്ങൾ പോയിട്ടുള്ളതെങ്കിൽ ആ മോഡൽ എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇതാ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 3n² + 2n എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വർക്ക് ബുക്കിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സം ഓഫ് n ടേംസ് ഓഫ് എൻ AP ഈസ് ഗിവൺ ബൈ Sn = 3n + 2n². ഇവിടെ 3n² + 2n തന്നിട്ടുണ്ട്. നമ്മളുടെ വർക്ക് ബുക്കിൽ 3n + 2n² ആണ്. ചെറിയ വ്യത്യാസം ഉണ്ട്, എന്നാലും ഏകദേശം ഒരേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ കോമൺ ഡിഫറൻസ് ആണ് ചോദിച്ചതെങ്കിൽ ഇവിടെ ഫസ്റ്റ് ടൈം ചോദിച്ചിട്ടുണ്ട്, സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് ചോദിച്ചിട്ടുണ്ട്, nth ടൈമും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിലെ ഫസ്റ്റ് ടൈമും കണ്ടുപിടിക്കുക ആൻഡ് എന്താണ് സം ഓഫ് ഫസ്റ്റ് 2 ടേംസും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, എന്നിട്ട് ആ സം ഓഫ് 2 ടേംസിന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുമ്പോൾ ആണ് സെക്കൻഡ് ടേം കിട്ടുക. ആ സെക്കൻഡ് ടൈം കിട്ടിയിട്ട് ആ സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത ആൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സിൽ അത്രയും കുറച്ചൊരു അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചെയ്യിപ്പിക്കുക. അപ്പോൾ ആ ഒരു നിങ്ങൾ അത്രയും കുറച്ചൊരു അഡ്വാൻസ് ലെവലിലേക്ക് നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾ അത്രയും ലെവലിൽ ചിന്തിക്കും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ താഴേക്കുള്ള ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ കോഴ്സ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ പേഴ്സൺ ഈസ് ആസ്ക്ഡ് ടു സേ എ നമ്പർ ഫ്രം ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്. അതിൽ നിന്ന് പ്രോബബിലിറ്റി ഓഫ് നമ്പർ ടു ബി ഓഡ് ഈസ് ആഡ് അല്ല ഓഡ് ആയിരിക്കണം, ഓഡ് ഈസ് 1/2 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് ട്രൂ, ദ പ്രോബബിലിറ്റി ഫോർ ദ നമ്പർ ടു ബി എ മൾട്ടിപ്പിൾ ഓഫ് 3 ഈസ് 2/3 എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ പ്രോബബിലിറ്റി ഫോർ ദ നമ്പർ ടു ബി എ പ്രൈം നമ്പർ ഈസ് 2/5 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദ പ്രോബബിലിറ്റി ഫോർ ദ നമ്പർ ടു ബി എ പെർഫെക്റ്റ് സ്ക്വയർ ഈസ് 1/4 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ വർക്ക് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ഏതാ, someone is asked to take a number from 1 to 100. 1 to 100 നിന്ന് ഏതെങ്കിലും ഒരു നമ്പർ എടുക്കാനാണ് പറഞ്ഞത്. ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പ്രൈം ഈസ്, ആ ഒരു 1 to 100 വരെയുള്ള ഇതിലുള്ള പ്രൈം എത്ര ഉണ്ട് എന്നാണ് ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം 1 to 100-ൽ 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. സോ 25/100 ആയിരിക്കും ഇതിന്റെ ആൻസർ, വിച്ച് ഈസ് 1/4 ആയിരിക്കണം ഇവിടെ ആൻസർ വരേണ്ടത്. ഓക്കെ, സോ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താ, ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പറിന്റെ ഉള്ളിലുള്ള പ്രൈം നമ്പേഴ്സ്, ദ പ്രോബബിലിറ്റി ഓഫ് നമ്പർ ടു ബി എ പ്രൈം എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ 100 വരെയുള്ള നമുക്ക് ഓൾറെഡി അറിയാമെങ്കിൽ അതിന്റെ താഴെയുള്ള 10 വരെയുള്ള അതിന്റെ ഉള്ളിലുള്ള എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്ക് എന്തായാലും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ അതാണ് ഞാൻ പറയുന്നത്, ആ ഒരു കമ്പാരിസൺ ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എവറി 2 digit number less than 30 are written in slips of paper and all the slips are put in a box. If one slip is drawn, what is the probability that this number is a multiple of 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ക്വസ്റ്റ്യൻ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 1 ticket is drawn at random from a bag containing tickets numbered 1 to 40. The probability that selected ticket has a number which is a multiple of 5. സെയിം ക്വസ്റ്റ്യൻ തന്നെയല്ലേ, ഇവിടെ 30 വരെയാണ് നമ്പേഴ്സ് എങ്കിൽ ഇവിടെ 40 വരെയായി. ഓക്കെ, നമ്മളപ്പോൾ 40 വരെയുള്ള നമ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ വർക്ക് ബുക്കിൽ. പക്ഷേ നമ്മൾ ഓണം എക്സാമിനോട് ചോദിച്ചിട്ടുള്ള 30 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്, അതിൽ മൾട്ടിപ്പിൾസ് ഓഫ് 5 കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതാ ഇവിടെ നിങ്ങൾക്ക് in each of the figures below 3 angles measurements are given, in which figure all the 3 angles are marked with the correct measurement. ഏത് ഫിഗറിലാണ് കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ് എന്നായിരുന്നു ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 100 ഉണ്ട്, ഇവിടെ 50 ഉണ്ട്. ഓക്കെ, അത് കറക്റ്റ് ആണ്. പക്ഷേ ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത്, 80 ആണ്. ഓക്കെ, നമുക്കറിയാം ഇവിടെ ഈ ഒരു ആംഗിളും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, 180 കിട്ടണം. ഈ ഒരു ആംഗിളും സപ്ലിമെന്ററി ആണ്, അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടണം. സോ ഇവിടെ 180 കിട്ടുന്നില്ല, ഇത് റോങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെയും നമുക്ക് ഈ 2 ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നില്ല, 180 കിട്ടുന്നില്ല. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 125ഉം 25 നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്, 180 കിട്ടുന്നുണ്ട്. ആൻഡ് ഇവിടെ
സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 110 ഡിഗ്രി ആണ്. ഇപ്പോൾ സെൻട്രൽ ആംഗിൾ ബാക്കിയുള്ള ആ സർക്കിളിൽ ഉണ്ടാക്കുന്ന ആ ഒരു ആംഗിൾ 55 ഡിഗ്രി. അതെന്തായാലും പകുതി ആയിരിക്കും, 110ന്റെ പകുതി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. സോ ഇതും കറക്റ്റ് ആണ്. ഈ 125ഉം 55ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരിക. ഓക്കെ, സോ നമ്മളോട് ഇതാണ് നമുക്ക് ഓണം എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ. ഇനി ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താ, നമ്മളെ X&Y വർക്ക് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇതാ 60ഉം 30ഉം 90 ഉണ്ട്, സെൻട്രൽ ആംഗിൾ 90 ഉണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും, 45 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും അല്ലേ. അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ളത്. ഇതിൽ ആംഗിൾസ് എങ്ങനെ കണ്ടുപിടിക്കും? PQR എന്നത് 70 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. PQR എന്ന ആംഗിൾ ഈ ഒരു ആംഗിൾ ആണ്. ഇത് 70 എന്ന് തന്നാൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സർക്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും, 140 ആയിരിക്കും. കാരണം എന്താ, ഇവിടെ 70 ഉണ്ട്, അപ്പോൾ ഇത് 140 ആയിരിക്കും. ഓക്കെ, ഇത് 140 ആണ്. ഇനി ഈ ഒരു വലിയ സർക്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് 140 ആണെങ്കിൽ ഈ ആംഗിളും ഈ ആംഗിളും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, ഈ 140യും ഈ ആംഗിളും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടണം. സോ ദിസ് വിൽ ബി 40. ഓക്കെ, ഇത് 40 ആണെങ്കിൽ നമുക്കറിയാം ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും, 80 ആയിരിക്കും. ഓക്കെ, സോ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു കോൺസെപ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ. സോ അതേപോലെ ഉള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പറയാൻ പറ്റും, ദ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 4 is 672. Okay, form a second degree equation based on the given statement. What are the numbers എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേ ഒരു സിമിലർ ക്വസ്റ്റ്യൻ നമ്മുടെ വർക്ക് ബുക്കിൽ ഉള്ളതാണ്. 3 consecutive natural numbers are such that the square of the middle number exceeds the difference of the squares of the other two by 60. Find the numbers. So ഏകദേശം സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമ്മൾ ഈ ഓണം എക്സാം നല്ല സ്കോറോട് കൂടെ പാസ്സാകാൻ പറ്റുമായിരുന്നു നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക് ബുക്കിൽ നിന്ന് തന്നെ ഉള്ള ക്വസ്റ്റ്യൻസ് കുറേ സിമിലർ ക്വസ്റ്റ്യൻസ് അതേപോലെ വന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഇവിടെ നമ്മളെ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്നതിലൂടെ അത് ജസ്റ്റ് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് മാത്രമുള്ള പഠിക്കാനുള്ള ഒരു കോഴ്സായിട്ട് നിങ്ങൾ കാണാതെ അത് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സാംസിൻ്റെ കൂടെ തന്നെ ഒരേപോലെ നമ്മൾ ബോർഡ് എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇതിലൂടെ തന്നെ. സോ നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് കുറച്ചുകൂടി ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ ബോർഡ് എക്സാമിന് അത്ര ലെവലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടില്ല. സോ ഈസി ആയിട്ട് ബോർഡ് എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുള്ള ഒരു വേ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായി കിട്ടും. ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് ഇതിലൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഫൗണ്ടേഷൻ കോഴ്സിലൂടെ. സോ നിങ്ങൾ മാക്സിമം പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് മാത്സ് നമ്മൾ നല്ല സ്കോർ ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്. മാക്സിമം പ്രോബ്ലംസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. എത്രത്തോളം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഏതൊരു ടോപ്പിക്കിലാണെങ്കിലും ക്ലാരിറ്റി നിങ്ങൾക്ക് അത്രയും കൂടുതൽ കിട്ടും. മാത്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു സാധനമല്ല, നമ്മൾ എന്താണ് പ്രാക്ടീസ് ചെയ്തിട്ട് ശീലമാക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് മാത്സ് എന്നുള്ളത്. ഓക്കെ, മാത്സിലെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സാം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പാറ്റേൺസ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയപ്പോഴത്തേനും നമുക്ക് കുറെ ആൾക്കാർക്ക് ടഫായിട്ട് വന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ടഫായിട്ട് വരുന്നത്, നിങ്ങൾ ഒരേ പാറ്റേൺ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുമ്പോൾ, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി ആ പാറ്റേൺ മാത്രം ഫോളോ ചെയ്ത് പഠിച്ചാൽ അതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല. കാരണം ആ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ ഒന്ന് ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. കൃത്യമായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി അതിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, പിന്നെ വരുന്ന ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഏതൊക്കെ കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം, എങ്ങനെ ഏത് രീതിയിലുള്ള പഠന രീതിയാണ് നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വീഡിയോസ് ഇനി നമ്മളുടെ ചാനലിൽ വരുന്നതായിരിക്കും. സോ ക്രിസ്മസ് എക്സാമിന് കൃത്യമായിട്ടുള്ള കോൺസെപ്റ്റ്സ് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. നമ്മൾ കൃത്യമായിട്ട് എക്സാമിന് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റ്സ് ഈ ചാനലിലൂടെ കൊടുക്കുന്നതായിരിക്കും. സോ താങ്ക് യു ഓൾ.